ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രമിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിൽ പഠിക്കുകയായിരുന്നല്ലോ, നമ്മുടെ ദൈവം നമ്മെ അറിയുന്നു. നമ്മുടെ ദൈവം നമ്മെ അറിയുന്ന ആ ദൈവം ആരാണെന്ന് നമ്മൾ കണ്ടു. നമ്മെ അറിയുന്ന ദൈവം ഒന്നാമതായി നമ്മുടെ ജീവിതത്തെ അറിയുന്നു, നമ്മുടെ വഴികളെ അറിയുന്നു അവൻ. രണ്ടാമതായിട്ട്, മൂന്നാമതായി നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നു. ഇന്ന് നമ്മുടെ അവസ്ഥ അവൻ അറിയുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ അവസ്ഥ അറിയുന്ന കർത്താവ് ഒന്നാമതായിട്ട് നമ്മെ പൂർണ്ണമായിട്ടും രക്ഷിക്കുന്നു. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ നാം കാണുന്നത്, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. നമ്മെ രക്ഷിച്ച നമ്മെ അറിയുന്ന കർത്താവ് നാം കണ്ടതുപോലെ നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു, നമ്മൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്നു. ആ കർത്താവ് നമ്മളെ പൂർണ്ണമായിട്ടും രക്ഷിക്കുന്നു. ഇടയ്ക്ക് നമ്മളെ വിട്ടിട്ട് പോകുന്ന കർത്താവല്ല, പൂർണ്ണമായിട്ടും നമ്മെ രക്ഷിക്കുന്ന കർത്താവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ അവസ്ഥ അറിയുന്ന കർത്താവ് നമ്മളെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്നു. നമ്മുടെ സ്വന്തം കഴിവുകൾ കൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ വീഴാതെ വണ്ണം ജീവിക്കുവാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ നമ്മെ അറിയുന്ന കർത്താവ് നമ്മളെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. യൂദ 24-ാം വാക്യത്തിൽ അതാണ്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. അപ്പോൾ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന കർത്താവായിട്ട് അവനുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട്, കളങ്കമില്ലാത്തവരായിട്ട് നമ്മെ നിർത്തും. ആ വാക്യത്തിൽ അങ്ങനെ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നതിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ കാലത്തിനും മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാട്ടെ. അതെ, നമ്മെ രക്ഷിച്ച കർത്താവ്, നമ്മെ പൂർണ്ണമായിട്ട് രക്ഷിച്ച കർത്താവ് അവൻ പൂർണ്ണമായിട്ട് നമ്മളെ രക്ഷിച്ചു എന്ന് മാത്രമല്ല, അത് നമുക്കറിയാം, നമ്മളെ പൂർണ്ണമായിട്ട് രക്ഷിച്ച കർത്താവ് നമുക്ക് വേണ്ടി നമ്മെ വീഴാതെ വണ്ണം നിർത്തുവാനായിട്ട് നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലുണ്ട്. അത് മഹിമയോടെ കളങ്കമില്ലാത്തവരായിട്ട് ആനന്ദത്തോടെയാണ് നമ്മൾ നിർത്തുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് അറിയുന്നു. അപ്പോൾ നമ്മുടെ അവസ്ഥ അറിയുന്ന കർത്താവാണ് നമുക്കുള്ളത് എന്നത്. നമ്മുടെ അവസ്ഥ അറിയുന്ന കർത്താവ് നാലാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, നമ്മെ നിലനിർത്തുന്ന കർത്താവാണ് എന്നുള്ളത്. നമ്മെ നിൽക്കുമാറാക്കുന്ന കർത്താവാണ്. നമുക്കൊരു വാക്യം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ റോമർ 14-ാം വാക്യത്തിൽ അതാണ് നമ്മൾ കാണുന്നത്. മറ്റൊരുത്തനെ ദാസനെ വിധിപ്പാൻ നീ ആർ? അവൻ നിൽക്കുന്നതോ വീഴുന്നോ സ്വന്തമായവനത്രേ. അവൻ നിൽക്കും താനും. അവനെ നിൽക്കുമാറാക്കുന്നവൻ കർത്താവിന് കഴിയുന്നു. അപ്പം നമ്മെ നിൽക്കുമാറാക്കുന്നത് കർത്താവാണ്. നമ്മുടെ അവസ്ഥ അറിഞ്ഞ കർത്താവ് നമ്മെ നിൽക്കുമാറാക്കുന്നവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നോക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ അനേക ദാസന്മാരെ അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ നിൽക്കുമാറാക്കിയത് കർത്താവാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ഒന്നാമതായിട്ട് അങ്ങനെ കർത്താവ് നിൽക്കുമാറാക്കിയ ഒരു ഉദാഹരണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ ഏലിയാവിനെക്കുറിച്ചാണ് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. അവിടെ ഏലിയാവ് 19-ാം അധ്യായത്തിൽ ഏലിയാവിനെ കാണുന്നത് താനോ മരുഭൂമിയിൽ 4-ാം വാക്യത്തിൽ കാണുന്ന താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയിൽ തടയിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനെ എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. ഇവിടെ നിരാശയുടെ മധ്യത്തിൽ, തളർന്ന മധ്യത്തിൽ, ആവശ്യമില്ല എന്നിരുന്നാലും ഒരു ഇസബേലിനെ പേടിച്ച് അവനൊരു ചൂരച്ചെടിയുടെ ചൂട്ടിൽ കിടന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭക്തനായിട്ടുള്ളൊരു പ്രവാചകനെ, പുരോഹിതനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അവനെ അങ്ങനെ വിടുവാനല്ല, അവനെ നിൽക്കുമാറാക്കുന്നവൻ കർത്താവാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് അവൻ്റെ ദൂതനെ അടുത്തേക്ക് അയച്ചിട്ട് അവിടെ അവൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കനൽമേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലക്കിലിരിക്കുന്നു കണ്ടു. അവൻ തിന്നു കുടിച്ച് പിന്നെയും കിടന്നുറങ്ങി. അങ്ങനെ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 ദിവസം അവൻ നടന്നു. കർത്താവ് ദൈവം അവന് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ചുമതലകൾ ചെയ്യുവാൻ തക്കോണം അവനെ ശക്തിപ്പെടുത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ള ഏലിയാവിൻ്റെ ജീവിതത്തിൽ ആ ചൂരച്ചെടിയുടെ ചൂട്ടിൽ കിടന്ന് മരിച്ചിരുന്നെങ്കിൽ, എന്നാൽ
മരിച്ചിരുന്നെങ്കിൽ അവന് മരണം കൂടാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടേണ്ടവനാണ്. അതുകൊണ്ട് അവനെ നിൽക്കുമാർ അവൻ്റെ അവസ്ഥ അറിഞ്ഞ് ഏലിയാവിനെ നിൽക്കുമാറാക്കുന്ന ദൈവം ഇന്ന് നമ്മൾക്ക് വേണ്ടി ജീവിക്കുന്നു, നമ്മെയും നിൽക്കുമാറാക്കുന്നവനാണ് എന്നുള്ളത് സഹോദരിമാരെ നമുക്ക് എത്രയോ ആശ്വാസത്തിന് വക നൽകുന്നതാണ്. നിൽക്കുമാറാക്കുന്ന അവസ്ഥയറിഞ്ഞ് പൂർണ്ണമായി രക്ഷിക്കുന്ന കർത്താവാണ്. വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന കർത്താവാണ്. കളങ്കമില്ലാത്തതായി നിർത്തുന്ന കർത്താവാണ്. മാത്രമല്ല നമ്മെ നിൽക്കുമാറാക്കുന്ന കർത്താവാണ് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. ഏലിയാവിനെക്കുറിച്ച് കാണുന്ന പോലെ തന്നെ യോഹന്നാനെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മളത് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന് ദൈവത്തെ കണ്ടപ്പോൾ, ദൈവത്തിൻ്റെ മഹത്വം കണ്ടപ്പോൾ, ദൈവം ആരാണെന്ന് ഒന്ന് കണ്ടപ്പോൾ അവൻ്റെ അവസ്ഥ, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെയായി അവൻ്റെ കാൽക്കൽ വീണു. മരിച്ച അവസ്ഥയിലായി തീർന്ന ഒരു യോഹന്നാനെ, കർത്താവിൻ്റെ മാറ് ചാരിക്കൊണ്ടിരുന്ന ആ യോഹന്നാൻ തന്നെയാണ് ഇപ്പോൾ കർത്താവിനെ കണ്ടപ്പോൾ മരിച്ച അവസ്ഥയിലാകുന്നത്. അവൻ വീണുപോയി, അവൻ മരിച്ച അവസ്ഥയിലായി. എന്നാൽ ആ മരിച്ച അവസ്ഥയിൽ അവനെ അവിടെ ഇടുകയല്ല കർത്താവ് ചെയ്തത്, അവനെ എഴുന്നേൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ച് ഭയപ്പെടേണ്ട, ഞാൻ അന്തിനും ജീവനുള്ളവനോ, ഞാൻ മരിച്ചവനാ, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ശക്തിപ്പെടുത്തുന്ന യോഹന്നാനെ, മാറിലോട്ട് ചാരിയിരുന്ന യോഹന്നാനെ കർത്താവിൻ്റെ മഹത്വം കണ്ടപ്പോൾ അവൻ മരിച്ചവനെ പോലെ ആയിത്തീർന്നു. എന്നാൽ അവനെ വിടുകയല്ല ചെയ്തത്. അവൻ്റെ അപ്പോഴുള്ള അവസ്ഥ അറിഞ്ഞ് അവനെ നിൽക്കുമാറാക്കുന്ന, അവനെ ധൈര്യപ്പെടുത്തുന്ന, അവനെക്കൊണ്ട് അവൻ്റെ വേലകൾ കംപ്ലീറ്റ്ലി ചെയ്യിക്കുന്ന കർത്താവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നത്. പ്രിയ സഹോദരിമാരെ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഇതിൽ നാം ബലഹീനരായിരിക്കും. നമ്മളെക്കൊണ്ട് സാധിക്കത്തിൽ മരിച്ചവരെ പോലെ അവസ്ഥയായിരിക്കാം. അല്ല, ഏലിയാവിനെ പോലെ നിരാശ അവസ്ഥയിൽ മരിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. എന്നാൽ അവൻ നമ്മുടെ അവസ്ഥ അറിയുന്ന കർത്താവ് നമ്മെ കൈവിടാത്തവനാണ്. നമ്മെ തട്ടി എഴുന്നേൽപ്പിച്ച് നമുക്ക് ഭക്ഷണം തരുന്ന കർത്താവാണ്. അവൻ നമ്മെ എഴുന്നേൽപ്പിക്കുന്നവനാണ്. നമ്മുടെ അവസ്ഥ അറിഞ്ഞ് നമ്മെ നിൽക്കുമാറാക്കുന്ന ദൈവമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ നമുക്ക് നമ്മുടെ പത്രോസിനെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ന്റെ 21-ാം വാക്യത്തിൽ നാം കാണുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 22-ന്റെ അവിടെ കാണുന്നത് പത്രോസിനോട് കർത്താവ് പറയാണ്, സീമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന വെച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. അവിടെ കറിയാണ്, എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. ഇവിടെ പത്രോസിനോട് കർത്താവ് പറയാണ്. പത്രോസ് വളരെ വീരവാദമൊക്കെ പറഞ്ഞു. എന്നിട്ട് പത്രോസിനോട് കർത്താവ് പറയാണ്, നീ വീരവാദമൊന്നും പറയണ്ട, നീ വിശ്വാസത്തിൽ അറ്റുപോയെന്നെ, എന്നാൽ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ട, എന്നാൽ ഞാൻ അനുവാദം കൊടുത്തില്ല. അതുകൊണ്ട് നീ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക എന്നാണ് പറയുന്നത്. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ അത് കാണുന്നു. പത്രോസ് കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. വളരെ വീരവാദമൊക്കെ പത്രോസ് പറഞ്ഞതാണ്. ആര് തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയുകയില്ല, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറാണ്. നാമും പലപ്പോഴും അങ്ങനെയാണ്. നാം ചില കാര്യങ്ങൾ വരുമ്പോൾ വളരെ ശുഷ്കാന്തിയുള്ളവരാണ്. ആര് തള്ളിപ്പറഞ്ഞാലും, ആര് കർത്താവിനെ ഒപ്പോസ് ചെയ്താലും ഞാൻ ഒപ്പോസ് ചെയ്യത്തില്ല. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി നിൽക്കും. ഞാൻ കർത്താവിന് വേണ്ടി അനേകരോട് കർത്താവിനെക്കുറിച്ച് പറയും എന്നുള്ള വീരവാദമൊക്കെ നമ്മൾ ചിലപ്പോൾ പറയുന്നുണ്ട്. കർത്താവിന് വേണ്ടി ജോലി ചെയ്യും എന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ പലപ്പോഴും പത്രോസിനെ പോലെ നാം നമ്മുടെ ജീവിതത്തിൽ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടില്ലേ സഹോദരിമാരെ? ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തള്ളിപ്പറഞ്ഞ അനേക അവസ്ഥകൾ എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലുണ്ട്. കർത്താവിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാതെ, വായ കൊണ്ടല്ല, ജീവിതത്തിൽ കർത്താവിൻ്റെ ജീവിതം കൊണ്ട് പലപ്പോഴും ഈ കർത്താവിൻ്റെ ശക്തിയെ മനസ്സിലാക്കാതെ കർത്താവിനെ വിശ്വസിക്കാത്ത അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ നമ്മുടെ അവസ്ഥ അറിഞ്ഞ കർത്താവ് തള്ളിക്കളയുന്നവനല്ല കേട്ടോ. ആ കർത്താവ് നമ്മുടെ ഇവിടെ കറിയാണ്. അവനോട് കർത്താവ് 3 പ്രാവശ്യം ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് കർത്താവും 3-മത് അവനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ട് എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ട് എന്ന് 3-മത് ചോദിക്കൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവെ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്കുക, അവന് ദൗത്യം കൊടുത്തു.
അവനെ പറഞ്ഞു വിടുകയല്ല. അവനൊരു തെറ്റ് ചെയ്തതുകൊണ്ട് അവൻ പൊക്കോട്ടെ, പിന്മാറ്റത്തിൽ പൊക്കോട്ടെ, അവൻ നശിച്ചു പൊക്കോട്ടെ എന്ന് വിചാരിക്കുകയല്ല കേട്ടോ കർത്താവ് ചെയ്യുന്നത്. കർത്താവ് അവനെ എടുത്ത് കർത്താവിൻ്റെ മാറോട് ചേർത്തു. കർത്താവ് അവനെ അവൻ്റെ അവസ്ഥ അറിഞ്ഞ് അവനെ നിൽക്കുമാറാക്കുന്ന കർത്താവാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവനെ നിൽക്കുമാറാക്കി കർത്താവ് അവന് ദൗത്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, നാമും ചിലപ്പോൾ ഏലിയാവിൻ്റെ അവസ്ഥയിൽ കൂടെ മരിച്ചാൽ മതി, നിരാശയുടെ പടുക്കുഴിയിൽ ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരായിട്ട് ജീവിക്കുന്നവരായിരിക്കാം. യോഹന്നാനെ പോലെ മരിച്ച അവസ്ഥയിലായിരിക്കാം. പത്രോസിനെ പോലെ ദൈവത്തെ തള്ളിപ്പറയുന്ന, അല്ലെങ്കിൽ ദൈവത്തോട് മത്സരിച്ച് നിൽക്കുന്ന, ദൈവമുണ്ട് എന്ന്, അല്ലെങ്കിൽ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തു എന്നുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കാം. ഭയപ്പെടേണ്ട കേട്ടോ. നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞ്, എൻ്റെ അവസ്ഥ അറിഞ്ഞ്, പ്രിയ സഹോദരിമാരെ, നമ്മുടെ അവസ്ഥ അറിഞ്ഞ് നമ്മളെ തള്ളിക്കളയുന്ന കർത്താവല്ല, വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന കർത്താവ്, നമ്മെ കളങ്കമില്ലാത്തവരായിട്ട് നിർത്തുവാൻ പ്രാപ്തനായ കർത്താവ് നമ്മളെ നിലനിർത്തുന്നവനാണ്, നമ്മളെ നിൽക്കുമാറാക്കുന്നവനാണ് എന്നുള്ളതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇത് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മെ അറിയുന്ന കർത്താവ്, നമ്മെ സ്നേഹിക്കുന്ന കർത്താവ്, നമ്മെ നിൽക്കുമാറാക്കുന്ന, നമ്മുടെ അവസ്ഥ അറിഞ്ഞ് നിൽക്കുമാറാക്കുന്ന കർത്താവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. Good morning, sisters. All things. Throughout our life, we have experienced and heard of exceptions to and for many rules and circumstances. The phrase, all things, means no exception, no pardoning, no special cases. This is significant because it portrays the 100% certainty of things. And since we know that nothing in life is certain, it means so much more when God says so. So when God says all things, we know that what He says is true, no matter the time period, location, circumstances, etc. God's promise relating to all things is powerful. For example, Colossians chapter 1 verse 17. And He is before all things, and by Him all things consist. This means that before anything is, God was, and because of Him everything exists. Colossians chapter 1 verse 18. And He is the head of the body, the church, who is the beginning, the firstborn from the dead, that in all things He might have the preeminence. By raising Himself from the dead to give us victory over the grave, He is our first priority over everything else. 1 Timothy chapter 4 verse 8. For bodily exercise profiteth little, but godliness is profitable unto all things, having promise of the life that now is, and of that which is to come. We know well that exercise helps keep our body fit and healthy. It helps with every aspect of our lives. And yet, it is incomparable to godliness, which does the same and even more beyond the grave. 2 Timothy chapter 2 verse 7. Consider what I say, and the Lord give thee understanding in all things. Revelations chapter 21 verse 7. He that overcometh shall inherit all things, and I will be his God, and he shall be my son. When we overcome things, God will hold nothing back, for He gives freely. Revelation chapter 21 verse 5. And He that sat upon the throne said, Behold, I make all things new. And He said unto me, Write, for these words are true and faithful. If God says He can make all things new, then nothing can dispute this fact.
Whether you want to start life anew and be a changed, completely new person, God can and will make it happen, no matter your past. John chapter 14, verse 26. But the Comforter, which is the Holy Ghost, whom the Father will send in my name, he shall teach you all things, and bring all things to your remembrance, whatsoever I have said unto you. If you feel like you lack skills in life, God will teach you everything you need to know and remember to live in this world. Mark chapter 10, verse 27. And Jesus, looking upon them, saith, With men it is impossible, but not with God. For with God all things are possible. We as humans have many limitations, but God has no limit to what He can do and will do for you if you believe in Him and His promises. Deuteronomy chapter 4, verse 7. For what nation is there so great, who hath God so nigh unto them, as the Lord our God is in all things that we call upon Him for? There is nothing that can separate us from our great God. He wants to have a close relationship with us, unlike any other gods of the nations. We are special to Him, though through no merit of our own, and there is nothing that we can't do when Jesus is our champion. For I can do all things through Christ who strengthens me. Philippians chapter 4, verse 13. May His name alone be glorified. Amen.